എക്സ് വൈ പ്ലെയിൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് പോയിന്റ്സ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇനി ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് ഇനി പഠിക്കുന്നത്. ആക്സിസിലെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ ഒരു പോയിന്റിനെ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? ദിസ് പോയിന്റ് ഈസ് മാർക്ക് as 2,0 and this point is 7,0. അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് എന്ത് വരും? ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയുണ്ട്? അതായത് 1, 2, 3, 4, 5 യൂണിറ്റ് ആണ്. ദാറ്റ് ഈസ് 7 മൈനസ് 2. ആ എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ടു പോയിന്റ്സ്. ഓക്കെ, the distance between that two points is 7 minus 2. That is 5 units ആണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ y കോർഡിനേറ്റിൽ രണ്ട് പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ the distance between that two points is, ഇവിടെ y കോർഡിനേറ്റിൽ ഇത് മാർക്ക് ചെയ്യുന്നത് 0,3 and 0,8 എന്നാണ്. So the distance between these two points is 8 minus 3, that is 5 unit ആണ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോ ക്വാഡ്രന്റിൽ എവിടെയെങ്കിലും ആണ് രണ്ട് പോയിന്റ്സ് വരുന്നതെങ്കിൽ, അതായത് ഇപ്പോ ഒരു പോയിന്റ് 2,4 and another point ഈ സെയിം ലൈനിൽ തന്നെ, ഈ 4ന്റെ ഈ വൈയില് 4ന്റെ നേർക്ക് തന്നെ എവിടെയെങ്കിലും ഒരിടത്താണെങ്കിലും, this is 8,4, അപ്പോഴും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വി ജസ്റ്റ് സബ്ട്രാക്ട് ദ എക്സ് കോർഡിനേറ്റ്സ്. ഈ എക്സ് കോർഡിനേറ്റ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് ഇസ് 8 minus 2. കാര്യം അതിന്റെ y പാർട്ട് രണ്ടും ഒരേപോലെയാണ്. y പാർട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. അതേപോലെ തന്നെയാണ് എക്സ് കോർഡിനേറ്റ് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ y പാർട്ട് മൈനസ് ചെയ്താൽ മതി. ഇവിടെ എന്ന് പറയുന്നത് പോയിന്റ് -5,2 ആണ്. ആൻഡ് ഹിയർ ദ പോയിന്റ് ഈസ് -5,7. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് ഇസ് 7 minus 2, that is 5 units ആണ്. കാര്യം ഒരേ ലൈനിൽ തന്നെ ആയതുകൊണ്ടാണ്. ഒരേ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ഒരേ വൈ കോർഡിനേറ്റ് വരുമ്പോൾ ആ രണ്ട് പോയിന്റ്സും സെയിം ലൈനിലായിരിക്കും. അപ്പോൾ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ആ ഡിഫറൻസ് ആയിട്ട് വരുന്ന എക്സ് കോർഡിനേറ്റ് ആണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നതെങ്കിൽ അത് മൈനസ് ചെയ്യുക, വൈ ആണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നതെങ്കിൽ അത് മൈനസ് ചെയ്യുക. ഇനി ഇങ്ങനെ അല്ലാതെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് ആണ് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടുന്നതെങ്കിൽ, ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 1,2 ആൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ് ഇസ് 7,6. ഈ രണ്ട് പോയിന്റ്സിന്റെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ അവിടെ ഡിസ്റ്റൻസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് വെച്ചാൽ രണ്ട് പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഈ പോയിന്റിന് x1 y1 എന്നും ഈ പോയിന്റിന് x2 y2, അതായത് എക്സും വൈയും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് x1, സെക്കൻഡ് എക്സ് എന്നുള്ള രീതിയിൽ ആണ് x1 y1 ആൻഡ് x2 y2 എന്ന് മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ഫോർമുല, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ടു പോയിന്റ്സ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ. അപ്പൊ അത് എങ്ങനെയാ വന്നതെന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, പക്ഷെ അത് അറിഞ്ഞിരിക്കുക. എന്ത് ചെയ്യണം? ഈ രണ്ട് പോയിന്റിൽ നിന്നും നമ്മൾ പെർപെൻഡിക്കുലർ വരുന്ന രീതിയിൽ ഇതൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ നിന്ന് രണ്ട് പോയിന്റും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കണ്ടുപിടിച്ചാൽ ദാറ്റ് പോയിന്റ് ഇസ് 7,2 ആണ്. വി ക്യാൻ ജോയിൻ ദീസ് ടു പോയിന്റ്സ് ഓൾസോ. നൗ ദിസ് ഈസ് ഓഫ് ദ ഫോം ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. അപ്പൊ തന്നിരിക്കുന്ന രണ്ട് പോയിന്റിൽ നിന്നും സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചാൽ അത് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യും. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ട്രയാംഗിൾ ആണ് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇവിടെ ഇപ്പൊ നോക്കിയേ, വൈ കോർഡിനേറ്റ് രണ്ടും ഒരുപോലെയാണ്. അപ്പൊ വൈ കോർഡിനേറ്റ് രണ്ടും ഒരുപോലെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് 7 minus 1. ഓക്കെ, ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ടു പോയിന്റ്സ് ഈസ് 7 minus 1. And the distance between these two points is 6 minus 2. So 7 minus 1 എന്ന് വെച്ചാൽ എന്താണത്? 7 എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തേക്കുന്നത് x2 ആണ്, 1 എന്ന് പറഞ്ഞ് എടുത്തേക്കുന്നത് x1 ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ x2 minus x1 ആണ്. And this distance is
y2 minus y1 ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. Then by using Pythagoras theorem we know that the hypotenuse square is equal to base square plus altitude square. അപ്പൊ ബേസ് നമുക്ക് കിട്ടി x2 minus x1, altitude കിട്ടി y2 minus y1. Therefore the hypotenuse is square root of x2 minus x1 the whole square plus y2 minus y1 the whole square. അങ്ങനെയാണ് ഈ ഒരു ഡിസ്റ്റൻസ് ഫോർമുല വരുന്നത്. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് x1 y1 and x2 y2 is x2 minus x1 the whole square plus y2 minus y1 the whole square. ഇവിടെ വരുമ്പോൾ എന്ത് വരും? That is square root of x2 എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് നമ്പർ ആണ്? Here x1 is 1, y1 is 2, x2 is 7, y2 is 6. ഏതാണോ രണ്ട് പോയിന്റ് തന്നിരിക്കുന്നത് അതിനെ നിങ്ങൾ x1 y1 എന്നും x2 y2 ആയിട്ടും എടുക്കുക. 2 minus x1, അതായത് x2 എന്ന് പറയുമ്പോൾ 7, x1 എന്ന് പറയുമ്പോൾ 1. That is 7 minus 1 the whole square plus y2 minus y1. y2 is 6, y1 is 2. So 6 minus 2 the whole square. 7 minus 1 is 6. 6 square is 36 plus 6 minus 2 is 4. 4 square is 16. So that is equal to square root of 52. അപ്പൊ നമുക്ക് റൂട്ട് 52 കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ദാറ്റ് ഈസ് റൂട്ട് 52 യൂണിറ്റ്സ് ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് 2 പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. x2 minus x1 the whole square plus y2 minus y1 the whole square. അപ്പൊ അതിൽ തന്നിരിക്കുന്ന പോയിന്റിനെ x1 y1 എന്നും x2 y2 എന്നും എടുത്ത് ജസ്റ്റ് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. Now we can do the end of chapter exercises. The first question, what are the x coordinate and y coordinate of the point of intersection of the two axes? Point of intersection എന്ന് പറയുന്നത് origin ആണ്, and the coordinates of origin are 0, 0. Therefore the x coordinate is 0 and the y coordinate is 0. Now the second question, point W has x coordinate equal to -5. Can you predict the coordinate of point H which is on the line through W parallel to the y-axis? Which quadrant can H lie in? അപ്പൊ ഡബ്ല്യുവിന്റെ എക്സ് കോർഡിനേറ്റ് -5 എന്ന് പറയുമ്പോൾ ഡബ്ല്യു എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ ഈ ഒരു ലൈനിൽ എവിടെ വേണമെങ്കിലും ആകാം അല്ലെ. ഈ -5ന് നേർക്ക് വരുന്ന ഈ ഒരു ലൈനിൽ എവിടെ വേണമെങ്കിലും ആകാം ഡബ്ല്യുവിന്റെ പൊസിഷൻ. Can you predict the coordinate of the point H which is lie on the line through W parallel to y-axis? അതായത് ഈ W ഉള്ള പോയിന്റിൽ തന്നെയാണ് H എന്ന് പറയുന്ന പോയിന്റിന്റെയും പ്ലേസ്, ആൻഡ് ഇറ്റ് ഈസ് പാരലൽ ടു y-axis. What are the coordinates of H? അപ്പൊ H എന്ന് പറയുന്നതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് -5 തന്നെ ആയിരിക്കും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഓൺ ദി പോസിറ്റീവ് സൈഡ് അല്ലെ, ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ the coordinates will be a positive y. 1 മുതൽ ഏത് നമ്പർ വേണമെങ്കിലും ആകാം ഒരു പോസിറ്റീവ് y. If it is on the x-axis, x-axis ആണെങ്കിൽ that coordinate is -5, 0. ഈ ഒരു പോർഷനിലാണ് hന്റെ പൊസിഷൻ എങ്കിൽ x coordinate is -5 and y coordinate is -y. ഈ -y ഏതെങ്കിലും ആയിരിക്കും അതിന്റെ y coordinate എന്ന് പറയുന്നത്. And one more question is there, which quadrant can H lie in? H can lie in the second quadrant or on the negative x-axis or on the third quadrant. Okay, ഇവിടെ വേണമെങ്കിലും H ന്റെ പൊസിഷൻ വരാം. Now the next question, consider the point R30, A 0, -2, M -5, -2 and P -5, 2. If they are joined in the same order, predict two sides of RAMB that are perpendicular to each other, one side of RAMB that is parallel to one of the axes, and 2 points that are mirror images of each other in one axis. Which axis will this be? Now plot the points and verify your prediction. First നമ്മൾ predict ചെയ്യാണ് വേണ്ടുന്നത്. പോയിന്റ്സ് തന്നിട്ടുണ്ട്.
and the two sides of RA and B that are perpendicular to each other. അപ്പൊ ഇവിടെ നോക്കിയേ, എയുടെയും എമ്മിന്റെയും y കോർഡിനേറ്റ്സ് രണ്ടും ഈക്വൽ ആണ്, -2 ആണ്. അപ്പൊ അത് -2 ഉള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും അല്ലെ. ആൻഡ് ഹിയർ എം ആൻഡ് പിയുടെ എക്സ് കോർഡിനേറ്റ് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ അത് -5 ഉള്ള ഒരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് AM ഈസ് പാരലൽ ടു MP. AM ഉം MP യും തമ്മിലായിരിക്കും പാരലൽ ആയിട്ട് വരുന്നത്. നൗ one side of RAMB that is parallel to one of the axis. ഇപ്പൊ പറഞ്ഞത് വെച്ച് തന്നെ പറയാം, AM is parallel to the x-axis and MP is parallel to the y-axis. ഏത് വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. Now, two points that are mirror images of each other. ഇപ്പൊ മിറർ ഇമേജ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉള്ളതിന്റെ മിറർ ഇമേജ് ഫോർത്ത് ക്വാഡ്രന്റിലും വരാം, സെക്കൻഡ് ക്വാഡ്രന്റിലും വരാം. അതേപോലെ സെക്കൻഡിലുള്ളതിന്റെ മിറർ ഇമേജ് ഫസ്റ്റിലും വരാം, തേർഡിലും വരാം. അപ്പൊ അതേ രീതിയിൽ ആ സിമ്പൽ ചേഞ്ച് ചെയ്യുന്നത് ഏതാന്ന് നോക്കാം. അതേപോലെ തന്നെ കോർഡിനേറ്റ്സ് നമ്പർ സെയിം ബട്ട് സിമ്പൽ ചേഞ്ച് ആയിട്ട് വരുന്നത് ഏതാന്ന് നോക്കാം. ഓക്കെ, 3-0 അതേപോലെ വേറെ നമ്പേഴ്സ് ഒന്നും തന്നെ ഇല്ല. 0 - 2 ഇല്ല. നമുക്കുള്ളത് ഇവിടെ -5 -2 ഉണ്ട്, -5 2. -5 -2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺ ദ തേർഡ് ക്വാഡ്രന്റ്, -5 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പൊ ഇത് രണ്ടുമാണ് മിറർ ഇമേജ് എന്ന് പറയുന്നത്. M and P ആർ ദ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ. പിന്നെ നമുക്കത് പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ R 30 എന്ന് പറയുന്നത് എവിടെ വരും? 30 ഈസ് ദിസ് പോയിന്റ്, ദിസ് R, and A 0 -2. 0 -2 is this point, that is A, and -5 -2. -5 -2 is this point M, and -5 2. -5 2 is this point P. Now we can join all these points. AM is perpendicular to PM, and one side that is parallel to one of the axis. Here MP is parallel to y-axis and AM is parallel to x-axis. ഒരെണ്ണേ ചോദിച്ചിട്ടുള്ളൂ, അപ്പോൾ one side എഴുതിയാൽ മതി. Then two points that are mirror images of each other. So P and M, that is -5 2 and -5 -2 are the mirror images of each other. And which axis is, ഏത് ആക്സിസിനാണ് മിറർ ഇമേജ് ആയിട്ട് വന്നേക്കുന്നത്? is on the x-axis. Now the next question, plot the point Z 5 -6 on a Cartesian plane. Construct a right-angled triangle IZN and find the length of the three sides. So we need to plot that points 5 - 6. So 5 - 6 എന്ന് പറയുന്നത് it is on the fourth quadrant. So 5 -6 is this point. That is 5 -6. ഇനി നമുക്കിത് ഈ പോയിന്റ് വെച്ചിട്ടൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യാനുള്ളത്. സോ ടു ഫോം എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വി ജസ്റ്റ് ജോയിൻ ദാറ്റ് ടു പോയിന്റ്സ് ടു ദി ആക്സിസ്. ആ രണ്ട് ആക്സിസിലോട്ട് ആ പോയിന്റ് കണക്ട് ചെയ്താൽ മതി. ഇതേപോലെ രണ്ട് ആക്സിസിലേക്ക് കണക്ട് ചെയ്താൽ now this is a right angled triangle, and we can write the coordinates. ഈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഏത് വരും? This is on the y-axis, so its x-coordinate is 0, 0, -6, and this is on the x-axis, so its y-coordinate is 0, and x part is 5, 5, 0, and 0, -6. Now we need to find the length of the three sides. ഇവിടെ എന്ന് പറയുന്നത് അതിന്റെ രണ്ടും y-coordinates equal ആയതുകൊണ്ട് the distance between these two is the difference between the x-coordinate. So this distance is 5 - 0, that is 5 units. And the distance between I and Z, their x-coordinates are equal. So the distance between that two is 0 -6. Distance എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. The distance between that two points is
6 units. Now we need to find the distance between I and N. So here we can use the distance formula, or you can use the Pythagoras theorem, square root of 5 square plus 6 square. അത് തന്നെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുമ്പോഴും വരുന്നത്. So the distance between I and N is, consider this as x1, y1 and consider this as x2, y2. So the distance formula is x2 minus x1 the whole square, that is 5 minus 0 the whole square, plus y2 minus y1 the whole square, that is 0 minus minus 6, that is 0 plus 6 the whole square. 5 minus 0 is 5, 5 square is 25, plus 0 plus 6 is 6, 6 square is 36. So that is equal to square root of 61 units. So the distance between that 2 points is square root of 61 units. Now the fifth question, what would a system of coordinate be like if we did not have negative numbers? Would this system allow us to locate all the points on a 2D plane? നെഗറ്റീവ് പാർട്സ് ഇല്ലാതെ നമുക്ക് ഈ 2D പ്ലെയിനിൽ എല്ലാ നമ്പേഴ്സും മാർക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു നെഗറ്റീവ് പാർട്സ് ഇവിടെ ഇല്ലെങ്കിൽ ഈ 3 ക്വാഡ്രന്റിലുള്ള പോയിന്റ്സുകൾ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? എവിടെയുള്ള പോയിന്റുകൾ മാത്രമേ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓൺ ദ എക്സ് ആക്സിസ് we could mark only the points to the right of this origin, and on the y-axis we could mark only the points above the origin and also in the first quadrant, and the positive part of x-axis, the positive part of y-axis and the origin. അത്രയും മാത്രമേ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റിൽ വരുന്ന പോയിന്റ്സുകൾ ഒന്നും തന്നെ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. Now the next one, are the points M, -3, -4, A, 0, 0, G, 6, 8 on the same straight line? Suggest a method to check this without plotting and joining the points. So ഈ പറയുന്ന 3 പോയിന്റ്സും എം, എ, ജി എന്ന് പറയുന്ന ഈ 3 പോയിന്റ്സും ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാൻ പാടില്ല. പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണോ ഉള്ളത്. അപ്പൊ പ്ലോട്ട് ചെയ്ത് നോക്കാതെ ഈ പോയിന്റ്സ് സെയിം ലൈനിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സപ്പോസ് ഈ 3 പോയിന്റ്സും ഒരേ ലൈനിലാണെന്നുണ്ടെങ്കിൽ, എം, എ, ജി എന്ന് പറയുന്ന ഈ 3 പോയിന്റ്സും ഒരേ ലൈനിലാണെന്നുണ്ടെങ്കിൽ, ദേ ആർ ഓൺ ദ സെയിം ലൈൻ. ഇതിപ്പോ എങ്ങനെ ഓർഡർ വേണമെങ്കിലും ആകാം. ആ 2 പോയിന്റ്സിന്റെ ഡിസ്റ്റൻസ്, എമ്മും എയും തമ്മിലുള്ള ഡിസ്റ്റൻസും എയും ജിയും തമ്മിലുള്ള ഡിസ്റ്റൻസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എമ്മും ജിയും, അല്ലെ? ഇപ്പൊ എമ്മും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 2 യൂണിറ്റ് ആണെന്ന് വിചാരിക്കും. എയും ജിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 4 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. Then what will be the distance between M and G? 2 plus 4, 6, അല്ലെ? ഇപ്പൊ ഒരേ ലൈനിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 2 ഡിസ്റ്റൻസുകൾ, ചെറിയ 2 ഡിസ്റ്റൻസ് ആഡ് ചെയ്താൽ നമുക്ക് ആ വലിയ ഡിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ആ 3 പോയിന്റ്സ് തന്നേക്കുമ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കുക. എമ്മും എയും ഉണ്ട്. സോ വി നീഡ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എം ആൻഡ് എ. വി നീഡ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ജി ആൻഡ് ഓൾസോ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എം ആൻഡ് ജി. എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഈ ബിഗ് ഡിസ്റ്റൻസ് കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആരൊക്കെയാണ്, ഏതാണ് സെൻട്രലിൽ വരുന്ന പോയിന്റ് എന്ന് നമുക്കറിയില്ല. ചിലപ്പോ എം എയും എം ജിയും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും എ ജിക്ക് ഈക്വൽ. അതെങ്ങനെ വേണമെങ്കിലും പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം. ഈ ഡിസ്റ്റൻസ് 3 കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ചെറിയ 2 ഡിസ്റ്റൻസ് ആഡ് ചെയ്യുന്നത് വലിയ ഡിസ്റ്റൻസിന് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈക്വൽ ആണെങ്കിൽ ദേ ആർ ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ദാറ്റ് 3 പോയിന്റ്സ് ആർ collinear. Collinear means that 3 points are on a straight line. So we can find the distance between MA, that is M. നമുക്ക് അതിനെ ഒന്ന് എഴുതാം. M is -3, -4. A is 0, 0, that is it is the origin, and G is 6, 8. These are the 3 points. So what will be the distance between MA? So we need to consider this as x1, y1, and this is x2, y2. So square root of
x2 minus x1 the whole square. That is 0 minus minus 3 the whole square. 0 minus minus 3. That is 0 plus 3 the whole square plus 0 minus minus 4 the whole square. That is 0 plus 4 the whole square. So that is equal to square root of 3 square is 9 plus 16. That is equal to square root of 25. That is equal to 5. So the distance between M and A is 5. M ഉം A യും തമ്മിലുള്ള distance 5 unit ആണെന്ന് കിട്ടി. Now we can find the distance between A and G. That is AG is equal to square root of. So അവിടെ A യും G യും ആണ്. So we need to consider this as x1 y1 and this as x2 y2. So x2 minus x1 the whole square. That is 6 minus 0 the whole square plus 8 minus 0 the whole square. So that is equal to square root of 6 minus 0 is 6. 6 square is 36 plus 8 minus 0 is 8. 8 square is 64. So square root of 64 plus 36 is 100. That is root of 100 is 10 units. So the distance between A and G is 10 units. Now we need to find the distance between M and G. So MG is equal to square root of, so we need to consider this as x1 y1 and this is x2 y2. So x2 minus x1 the whole square, 6 minus minus 3, that is 6 plus 3 the whole square plus 8 minus minus 4, that is 8 plus 4 the whole square. That is equal to square root of 6 plus 3 is 9, 9 square is 81, 8 plus 4 is 12, 12 square is 144. So that is equal to square root of 225, that is 15 units. So the distance between M and G is 15 units. Okay, so MA 5 units, AG 10 units and total 5 plus 10 ആണ് നമുക്ക് ആ ഒരു MG total distance കിട്ടിയത്. So we can say that 3 points are collinear, or that 3 points are on the same straight line. So using this method, you need to check whether R, B and C are on the same straight line, and also plot that points to check whether your answer is correct or wrong.